ഈ പാലസ്തീന്, ഇസ്രായേല്, മറ്റേ ഹമാസ് ഇതൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയുന്നൊരു സാധനമുണ്ട്, ജൂതന്മാരാ ജൂതന്മാരാ അങ്ങനെ പറയും. അതല്ല, അമേരിക്ക ആയുധ കച്ചവടത്തിന് വേണ്ടി പാവപ്പെട്ട തീവ്രവാദികളെ ഉപയോഗിച്ച് ഭയപ്പെടുത്തി സംഘർഷാവസ്ഥ ഉണ്ടാക്കി യുദ്ധങ്ങൾ സൃഷ്ടിച്ച് ആയുധങ്ങൾ കച്ചവടം ചെയ്യുന്നു. അത് മനസ്സിലാക്കാൻ എളുപ്പം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ബോംബിന് എക്സ്പയറി ഉണ്ട്, പിന്നെ ഔട്ട്ഡേറ്റഡ് ആയ തോക്കുകളുണ്ട്. അപ്പോൾ അതൊന്നും ഇപ്പോൾ യൂസ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ യുദ്ധം വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രാജ്യങ്ങൾ തമ്മിൽ പ്രയോഗിച്ചാൽ ഒക്കത്തില്ല. ഇപ്പം അമേരിക്കയും റഷ്യയും തമ്മിൽ യുദ്ധം ഉണ്ടായാൽ പഴയ തോക്കും പഴയ ബോംബും ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുമല്ലാതെ അവിടെ ഇരുന്നാൽ വീണ്ടും അപകടമാണ്. ഇവിടെ നമ്മുടെ NADയിൽ എറണാകുളത്ത് കളമശ്ശേരിയിൽ NAD വന്നാൽ ശബ്ദം കേൾക്കാം, ഡും ഡും ഇടയ്ക്കൊക്കെ പൊട്ടിക്കുന്നേക്കാം. അത് വലിയൊരു വെല്ലിനകത്തിട്ട് പഴയ ബോംബ് 1947-ലെയും 50-60-ലെയും ബോംബൊക്കെ പൊട്ടിച്ച് കളയും. അതറിയാവുന്നവർക്കറിയാം. അപ്പോൾ അതങ്ങനെ പൊട്ടിച്ച് കളയണം. ഇല്ലെങ്കിൽ ഇതൊരു കെമിക്കൽ വേസ്റ്റ് ഭയങ്കര പ്രശ്നം. പിന്നെ അത് ചിലപ്പോൾ ഇരുന്നങ്ങ് പൊട്ടിത്തെറിച്ചെന്നിരിക്കും, വെറുതെ ഇരിക്കും പൊട്ടിത്തെറിച്ച് അവിടെ അങ്ങനെ ഇരിക്കുന്ന പൊട്ടുപറ്റിയൊക്കെ തെറിച്ച് പോയി രാവിലെ ഉണ്ടാക്കി വെച്ചിരുന്ന കടലയൊക്കെ ഏറിപ്പോവും. അതുകൊണ്ട് അവർ ചെയ്യുന്ന. അപ്പോൾ അതുപോലെ അമേരിക്കയ്ക്ക് ഇതുപോലെ പൊട്ടിച്ച് കളയാൻ നേരത്ത് അമേരിക്ക എന്ത് ചെയ്യും, ഇതെടുത്ത് തീവ്രവാദിക്കാൻ കൊടുക്കും ഒരു ചെറിയ വിലയ്ക്ക്. പാവപ്പെട്ട തീവ്രവാദി എന്ത് വിചാരിക്കും, കൊള്ളാം, ഒന്നാമത് ഇവന് തീവ്രവാദ സ്വഭാവം ഉണ്ട്, അവൻ ആരുടെയെങ്കിലും നെഞ്ചത്ത് കയറാതെ പറ്റത്തില്ല. അപ്പോൾ അവിടെ കിട്ടാവുന്നത് കഴിഞ്ഞാൽ ആ നാട്ടിലാകെ കിട്ടുന്ന വല്ല ചുറ്റികയോ കറിക്കത്തിയോ അല്ലെങ്കിൽ വല്ല കമ്പിവടിയോ അല്ലേ, അതൊക്കെ നാടൻ ബോംബൊക്കെ ആയിട്ട് നിൽക്കുന്നവൻ്റെ ഇവിടോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് സാധനം ഇങ്ങോട്ട് കൊടുക്കുന്നില്ല. ഇവിടെ നാടൻ ബോംബ് ഉണ്ടാക്കിയിട്ട് കൈയിരുന്ന് പൊട്ടുന്നവന്മാർ, അതുകൊണ്ട് അമേരിക്ക ഇവിടെ കൊടുക്കാത്ത, അല്ല ഇവിടെയും കൊടുത്തേനെ. ഇവിടെയുള്ളവരെ കൊടുത്ത ഇമാരും എറിയും അങ്ങോട്ടും ഇങ്ങോട്ട്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, അവിടെയൊക്കെ ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പ് സംഭവങ്ങൾ നടക്കുന്ന രാജ്യങ്ങൾ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഹമാസ് ഭയങ്കര തീവ്രവാദികളാണ്. അവരുപയോഗിക്കുന്ന ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ സാധനമാണ് കൂടുതലും. കുറേ കൊടുക്കാം, കുറേ മേടിക്കുന്ന പഴയതല്ലേ, സെക്കൻഡ് ഹാൻഡ് അല്ലേ, അല്ലെങ്കിൽ മറ്റേ സെക്കൻഡ്സ് എന്നൊക്കെ തേർഡ് കോപ്പി എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ പുതിയ സാധനം അല്ല അവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേലായിട്ട് ഫൈറ്റ് ചെയ്യും. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ രാജ്യമല്ലേ, അപ്പോൾ അവർ ഏറ്റവും പുതിയ ടെക്നോളജിയും വെച്ചുകൊണ്ടായിരിക്കുന്നത്. ഇമാർ ഇപ്പോൾ എൻ്റെ പഴയ ഫോൺ, നിങ്ങൾ പഴയൊരു ഫോൺ സാംസങ്ങിൻ്റെ ഏതെങ്കിലും S10 എന്ന് പറഞ്ഞ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അടുത്തൊരു കൊടുക്കുക അപ്പുറത്തെ വീട്ടിൽ ചെറുക്കൻ, ഇന്നാണ് നീ വീഡിയോ എടുത്തു, അവൻ മറ്റവനെ അങ്ങ് നശിപ്പിച്ചേക്ക് എന്നൊക്കെ പറഞ്ഞ് അവൻ ഇങ്ങനെ സൂം ചെയ്ത് വേറെത്തന്നെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നു. അപ്പോൾ ഉണ്ടെങ്കിൽ മറ്റവൻ എന്ത് ചെയ്യണം, അവനപ്പോൾ S24 അൾട്ര മേടിക്കും. അല്ല കുറഞ്ഞ മേടിക്കത്തില്ല, മറ്റവൻ വലിയ പുള്ളിയും കൂടാ. അതും കൊടുക്കുന്ന ആരാ, സാംസങ്. അപ്പോൾ അമേരിക്കയാണ് ഇത് രണ്ടും കൊടുക്കുന്നത്, മനസ്സിലായി. അപ്പുറത്തിരിക്കുന്നവരാണ് ഇവനെ തോപ്പിക്കേ പറ്റത്തുള്ളൂ. കാരണം ഇവൻ ഭയങ്കര ചൊറയായെന്ന്, ഇവൻ ചുമ്മാ ലോക്കൽ സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് എറിയുക. അപ്പോൾ ഉണ്ടെ എന്ത് ചെയ്യും, തൊട്ടപ്പുറത്തുനിന്ന് ഇസ്രായേലിന് ഇത് തന്നെയാണ് പരിപാടി. ഞാൻ പറഞ്ഞ ഇസ്രായേൽ പരീക്ഷണങ്ങൾ നടത്തുന്നു. അതുപോലെ വേറെ ഏത് രാജ്യത്ത് ഈ അമേരിക്ക ഫണ്ട് എന്ന് പറയുന്നതിൻ്റെ കഥ ഇതാ കേട്ടോ. അമേരിക്കയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഫണ്ട് ഇറങ്ങുന്നില്ല. പഴയ ബോംബുകൾ കൊടുക്കുന്നു, അതിന് ചില്ലറ മേടിക്കുന്നു. എന്നിട്ട് തൊട്ടപ്പുറത്ത് കൊണ്ടുപോയി പുതിയ ബോംബുകൾ കൊടുക്കുന്നു, നല്ലോണം പൈസ മേടിക്കുന്നു. കളയാൻ വെച്ചതും ചിലവായി, വിൽക്കാൻ വെച്ചതും ചിലവായി, ഇനി ഉണ്ടാക്കാൻ ഇരിക്കുന്നവരെ അവർ ഓൾറെഡി റെഡിയാക്കി വെച്ചേക്കുക. അത് ഈ മണ്ടന്മാരുള്ളതുകൊണ്ട് സംഭവിക്കുന്നത്. എന്തുകൊണ്ട് ഈ മണ്ടന്മാരുണ്ടാകുന്നു, അവിടെ കറക്റ്റ് ചെയ്താൽ ഈ അമേരിക്ക കുറ്റം പറയേണ്ടി വരത്തില്ല. അമേരിക്കയുടെ നിന്ന് ആരും ആയുധം മേടിക്കുന്നില്ലെങ്കിലോ, ആരാണ് ഇവിടെ ആദ്യം ആയുധം മേടിച്ചത്? സെക്കൻഡ് ഹാൻഡ് മേടിച്ചുകൊണ്ട് പോയി അലമ്പുണ്ടാക്കിയൊരുത്തൻ. അല്ല, അവന് അമേരിക്ക വേറൊന്നും കൊടുക്കണ്ട, അവന് കാശൊന്നും കൊടുക്കണ്ട, അവന് ചെറിയ ഇവൻ മറ്റേ കൊട്ടേഷൻ ടീം ആയതുകൊണ്ട് ഇവന്മാർക്ക് ചെറിയ കൊട്ടേഷനെ കൊടുത്തിട്ട് മറ്റതും കൊടുത്ത് വിടുന്നു. ഈ നാട്ടിലെ കിടക്കുന്ന പോലെ സംഭവം, പാർട്ടിക്കാർ കുറേ ഗുണ്ടകളെ വളർത്തുന്ന പോലെ വളർത്തിയെടുക്കുക. ഇന്റർനാഷണൽ ഗുണ്ടകളാണ് ഈ പറഞ്ഞ മറ്റേ മനുഷ്യർ, മനസ്സിലായോ? ആ കൊട്ടേഷനാണ് അമേരിക്കയുടെ ചെറിയൊരു കൊട്ടേഷൻ. അമേരിക്ക ബാക്കിയും കൂടെ കൊടുക്കും, ഫുഡും കൊടുക്കും, വെള്ളവും കൊടുക്കും, വണ്ടിയും കൊടുക്കും. ടൊയോട്ട കാറുകൾ ഇത്ര എങ്ങനെ അവിടെ കിട്ടുന്നു എന്ന് ചോദിച്ചാൽ, അവർക്ക് എവിടെ നിന്ന് ഇത്ര പൈസ എന്ന് ചോദിച്ചാൽ അതൊക്കെ സപ്ലൈ ചെയ്യും. അതും ചിലപ്പോൾ സെക്കൻഡ് ഹാൻഡ് ആയിരിക്കും, കളയാൻ വെച്ചതായിരിക്കും, മറ്റേ ഡിഫക്റ്റീവ് പീസ് ആയിരിക്കാം. ഇതൊക്കെ ആരാ മേടിക്കാനുള്ളത്? കൊള്ളാമെന്ന് രാജ്യത്ത് ഇത് ഓടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുപോലെ സാധനങ്ങളെല്ലാം മേടിക്കാനാണ് ഈ പാവപ്പെട്ടവന്മാരെ കൊണ്ട് ആഫ്രിക്കയിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഇനിയിപ്പോൾ മറ്റിടത്ത് പല രാജ്യങ്ങളിലൊക്കെ ഇത് തുടങ്ങിയിട്ടുണ്ട്. ഗൾഫിൽ ഇത് പിന്നെ സ്ഥിരമാണ്. അപ്പോൾ അവരെ കൊണ്ട് ഇത് മേടിപ്പിച്ചിട്ട് ആ വണ്ടിയിലൊക്കെ ചെന്ന് ഷോ കാണിക്കുമ്പോൾ മറ്റേ രാജ്യക്കാരായ പട്ടാളക്കാർ അതിലും വലിയ വണ്ടി മേടിച്ചിട്ട് അതിലും വലിയ സാധനമായിട്ട് വന്ന് ഒരു ഷോ കാണിക്കും. അപ്പോൾ എന്ത് പറ്റും, അപ്പുറത്തിരിക്കുന്ന ഈ പാവപ്പെട്ടവൻ അറിയത്തില്ല, വിവരം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഈ സെക്കൻഡ് ഹാൻഡ് പോയി മേടിക്കുന്നത്. ബുദ്ധിയും ബോധം ഇല്ലാത്തവനും കാശ് കുറച്ച് മേടിക്കാൻ കിട്ടുന്നത് മേടിച്ചിട്ട് കിടന്ന് പാർട്ടി ഷോ കാണിക്കുമ്പോൾ അവൻ ഉറപ്പായിട്ടും പണി കിട്ടും. അത് എവിടെ ആണെങ്കിലും കിട്ടുമെന്നേ. അപ്പൊ ചിലരെല്ലാം കൂടെ ഒരു സ്ഥലത്തോട്ട് അങ്ങ് നോക്കും. അപ്പൊ പണി കിട്ടിയ സ്ഥലത്തോട്ട് കുറെ പേര് നോക്കും.
എല്ലാവരുടെയും കണ്ണുകൾ ദേ അവിടെ കൊട്ടേഷൻ ടീം നശിപ്പിച്ച ഒരു രാജ്യത്തോട് നോക്കും. അവരങ്ങോട്ട് നോക്കിയിട്ട് എന്ത് പ്രയോജനം? അവരവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ വീണ്ടും ഇമാര് പോയി മറ്റേത് സെക്കൻഡ് ഹാൻഡ് മേടിക്കും, മറ്റവർ പോയി ഒറിജിനൽ മേടിക്കും. അങ്ങനെ ഈ കാശെല്ലാം കൊണ്ട് വേറൊരിടത്തിരുന്നു എങ്ങോട്ടും നോക്കാതെ ഈ പറഞ്ഞ ഈ ആയുധ കച്ചവടം, രണ്ട് പട്ടി ഒരേപോലത്തെ ആയുധ കച്ചവടം നടത്തുന്ന രാജ്യങ്ങൾ ആയുധങ്ങളും കച്ചവടം ചെയ്ത് സുഖമായിട്ട് ജീവിക്കും. അതിനിടയിൽ ഇതിനകത്തൊന്നും ആയുധം കച്ചവടം ചെയ്യാനില്ല, കൊട്ടേഷൻകാരും ഇല്ലാത്ത ചില ദരിദ്ര രാജ്യങ്ങളുണ്ട്. അവിടുത്തെ ചില സിനിമാടന്മാരും സൂപ്പർ സ്റ്റാറുകളും ഇരുന്നുകൊണ്ട് പറയും ഞങ്ങളും നോക്കി, വലിയ കാര്യമായിപ്പോയി, എടുത്തോണ്ട് പോടെ.